ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഞാനിത് ഒരു യാത്രക്കിടെ എടുത്ത വീഡിയോ ആണ്. മുട്ടം സുൽത്താൻ റോഡ്, അതായത് നമ്മുടെ സുൽത്താൻ കനാലിൻ്റെ ഒരു വീഡിയോ. ഇതാണ് നമ്മുടെ നാട്. വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് സന്ധ്യാസമയമാണ്, മഴക്കാറുണ്ട്. ഇത് നമ്മുടെ നാട് സുൽത്താൻ കനാലും റോഡും ആണ്. സുൽത്താൻ കനാൽ റോഡ്. ഇത് ഈ സുൽത്താൻ കനാലും റോഡുമായിട്ട് ഒരു 15 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇത് കണ്ടോ, അത് കനാലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 15 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇത് കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ടുള്ളത് വേസ്റ്റ് ഒരുപാട് സ്ഥലം. അതുപോലെ തോട്ടിലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കനാലിൽ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കാട് മുളച്ച് അതിൻ്റെ അകത്തൊക്കെ വേസ്റ്റിൻ്റെ മുകളിൽ ഇപ്പം മഴ പെയ്തിട്ട് കാട് മുളച്ചിട്ടാണ് ഇപ്പം എല്ലാം കവറായിട്ടുള്ളത്. പക്ഷെ ഈ മഴ വെള്ളം തട്ടുമ്പോൾ ഇപ്പോൾ സ്മെല്ല് വീണ്ടും വരാൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെ ഒരു നാട്ടുകാരെന്നില്ല, എൻ്റെ സ്വന്തം നാടാണ്. ഇപ്പം കുറച്ച് മാറി താമസിക്കുന്നതാണ്, വേറെ വീടെടുത്ത്. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു വല്ലാത്ത പല നാടുകളും ഇപ്പം അപ്ഡേറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. കാരണം നമുക്കൊന്നും ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരാൾ വിചാരിച്ചെടുക്കുന്നതും ഈ കാര്യങ്ങളൊന്നും സ്വഭാവം പോകും. ഇതൊക്കെ പഞ്ചായത്ത് ഇടപെട്ട് ഈ സ്ഥലങ്ങൾ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് ഇടപെട്ട് ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ പൂച്ചെടികളും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഒരാഴ്ചയോളായി ഒരു സ്ഥലത്ത് നമ്മളൊരു പഴയ അയൽവാസിയാണ്. ആ വീടിന് മുറ്റത്ത് ഇവർ നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഈ പറഞ്ഞ സ്ഥലത്ത് അവരുടെ വീടിന് നേരെ മുൻപാകും കുറച്ച് ക്ലിയറാക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ കാണിച്ചത്. ഇതൊക്കെ ആ ഏരിയയാണ് കംപ്ലീറ്റ് സുൽത്താൻ റോഡിൻ്റെ. ആ വീട് ഞാൻ ആ വർക്ക് ചെയ്യുന്ന കാണിച്ചതാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ കണ്ടോ കംപ്ലീറ്റ്. ഇതിൻ്റെ അപ്പുറത്തെ പുറത്താണ് ഇപ്പോൾ വർക്ക്, ഇവിടെ നിന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണെന്ന് അറിയാം. ഇപ്പം വർക്ക് പൂർത്തിയായിട്ടാകുമ്പോൾ വർക്ക് ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെടികളും അവിടെ സൈഡിൽ സിമെൻ്റ് ഇട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ആ മുടി വെച്ചതൊക്കെ ഓപ്പണാണ്. ഇവിടെ തൊട്ടില് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വീടിന് കറക്റ്റായിട്ടുള്ള നമ്മൾ പഴയ അയൽവാസിയും കൂട്ടുകാരനൊക്കെയാണ്, കിളിത്തോഴനൊക്കെയാണ്. ഇതാണ് അവരുടെ വീട്, അഷറിൻ്റെ വീട് ഇതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൻ്റെ നേരെ സൈഡ് പഞ്ചായത്തിന് ഉറങ്ങിക്കിടക്കുന്ന പഞ്ചായത്തിന് നടത്തേണ്ട ആവശ്യമില്ല. പഞ്ചായത്തിന് ഈ തള്ളു മാത്രമേ ഉണ്ടാവൂ, ഇത് വായിട്ടിരിക്കാനും തള്ളാനും മാത്രം. ഇതൊക്കെ അവർ നോക്കി ചെയ്തു. എത്ര ടൂറിസ്റ്റുകൾ ഇതിൽ സഞ്ചരിക്കുന്നറിയോ. ഏഴിമല കാണാനും അതുപോലെ ഈ എട്ടിക്കുളം ബീച്ചിലേക്ക്, ഏഴിമല കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നതെല്ലാം ഈ മുട്ടം വഴി പാലക്കോട് എട്ടിക്കുളം ഇങ്ങനെയാണ് പോകാറുള്ളത്. അത്രയ്ക്ക് സഞ്ചാരികളും സ്കൂൾ കുട്ടികൾ പഠനയാത്ര കംപ്ലീറ്റ് ഇതുവഴിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സ്കൂൾ ഏരിയയാണ്. മദ്രസ, സ്കൂൾ, ജുമാ മസ്ജിദ്, ആ ഏരിയയിൽ കംപ്ലീറ്റ് വേസ്റ്റാണ് ആ സൈഡ് കാണുന്ന സൈഡ്. അവിടെ ഇപ്പോൾ ചില ആൾക്കാർ കടകൾ എന്തെങ്കിലും ഈ തട്ടുകടയൊക്കെ വെച്ച് അവിടെ കുറച്ച് നീറ്റുണ്ട് നല്ലത്, ബാക്കി കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാവരും ഒന്ന് ഇടപെട്ട് പഞ്ചായത്തിൽ ഇപ്പം ഓരോ വ്യക്തികളും ഇപ്പം അവർ താല്പര്യം ഉണ്ടായതുകൊണ്ട് മറ്റത് ഞാൻ സ്നേഹിതരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനല്ല, ആരും വഴിയാത്രക്കാരോ പ്രായമുള്ളവരും കുട്ടികളെല്ലാം വന്നിരുന്ന് കുറച്ച് വിശ്രമിച്ചോട്ടെ. അതായത് ഒരു യാത്രക്കിടയിൽ ഒരു വിശ്രമ കേന്ദ്രമായിട്ട് വരെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ എത്ര മനോഹരമായ നാടാണ്. ഇതെല്ലാം പ്രകൃതി വരതാണ്. അതൊക്കെ പടച്ചോൻ നമുക്ക് തന്നത്. ഇങ്ങനെ അനാവശ്യമാക്കി കളയാനല്ലോ. അതൊക്കെ കാത്ത് സൂക്ഷിച്ചുകൂടെ. ഇതാണ് നമ്മുടെ സുൽത്താൻ കനാലിൻ്റെ എൻഡ്.
ഇതിലൂടെ കയറിയിട്ടാണ് ഇത് പഴയങ്ങാടി പുഴയും അതായത് വളവട്ടണം പുഴയും കവ്വായി പുഴയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കനാലാണിത്. ഇതുവഴി കടലിലേക്ക്, അതായത് ചൂട്ടാട് കടലിലേക്ക് ബന്ധപ്പെടുന്ന സ്ഥലമാണ് ചൂട്ടാട്. അതുപോലെ കവ്വായി പുഴക്കങ്ങ് പോയി കഴിഞ്ഞാൽ പടന്ന ഇങ്ങനെ പോകുന്നത്. ഈ ഒരു ഏരിയ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ എത്ര സഞ്ചാരികൾക്കെല്ലാം നാട്ടുകാർക്ക് തന്നെ കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമല്ലേ. എല്ലാവരും ഷെയർ ചെയ്യാം. പഴയങ്ങാടി, ഏഴോം, പുതിയങ്ങാടിയിലൊക്കെ രാജേഷ് എം.എൽ.എ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എം.എൽ.എ ഫണ്ടിൽ നിന്ന്. ഈ മുട്ടത്തേക്ക് മാത്രം അദ്ദേഹം എത്തിയിട്ടില്ല. ഇവരിപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ദുരഭിമാനം. ഓക്കെ.